ഹലോ ഫ്രണ്ട്സ്, എല്ലാവർക്കും സ്വാഗതം പുതിയൊരു റെസിപ്പിയിലേക്ക്. ഇന്ന് നമ്മളിവിടെ ഉണ്ടാക്കാൻ പോകുന്നത് നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പവും അതിൻ്റെ ഒപ്പം കൂട്ടി കഴിക്കാൻ പറ്റുന്ന ഉരുളക്കിഴങ്ങ് സ്റ്റൂ ആണ്. വളരെ കുറച്ച് ഇൻഗ്രീഡിയൻസ് കൊണ്ടാണ് നമ്മൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള ഈ വെള്ളയപ്പം ഉണ്ടാക്കുന്നത്. നാടൻ സ്റ്റൈലിലുള്ള വെള്ളയപ്പവും കറിയാണ് കേട്ടോ. അപ്പോൾ നമുക്ക് നോക്കാം എന്തൊക്കെ ഇൻഗ്രീഡിയൻസ് വേണം ഇതിന് നമ്മളിവിടെ എടുത്തിരിക്കുന്നത് 4 കപ്പ് കുതിർത്തിയ പച്ചരിയാണ്. അതിൻ്റെ ഒപ്പം നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് 1 കപ്പ് ചോറാണ്. നമ്മളിവിടെ പച്ചരിച്ചോറാണ് എടുത്തിരിക്കുന്നത്. പുഴുങ്ങലരി ചോറായാലും വിരോധമൊന്നുമില്ല. ഇനി ഇതിൻ്റെ ഒപ്പം ചേർക്കുന്നത് 1 കപ്പ് തേങ്ങ ചിരവിയതാണ്. ഇനി ഈ തേങ്ങ ചിരവിയതും ചോറും കൂടി അരയ്ക്കാനായിട്ട് തലേ ദിവസം നമ്മൾ എടുത്ത് വെച്ചിട്ടുള്ള തേങ്ങ വെള്ളം, അത് പിറ്റേ ദിവസം ആകുമ്പോഴേക്കും നല്ലതായിട്ട് പുളിച്ചിട്ടുണ്ടാവുമല്ലോ. ആ പുളിച്ച തേങ്ങയുടെ വെള്ളം കൂട്ടിയിട്ടാണ് ഈ ചോറും തേങ്ങയും അരച്ചെടുക്കുന്നത്. അപ്പോൾ അത് നന്നായിട്ട് അരച്ചെടുത്തിട്ട് അതിൻ്റെ ഒപ്പം പച്ചരിയും കൂടി നന്നായിട്ട് അരച്ച് ചേർത്ത് കൊടുക്കുകയാണ് നമ്മൾ ചെയ്യുന്നത്. എന്നിട്ട് പാകത്തിന് ഉപ്പും ചേർത്തിട്ട് നന്നായിട്ട് മിക്സ് ചെയ്യുക. എന്നിട്ട് ഒരു രാത്രി നമ്മൾ ഇത് പൊങ്ങാനായിട്ട് വെക്കുകയാണ് ചെയ്യുന്നത്. പാകത്തിന് പുളിയും അത് ഒന്ന് ഫെർമെൻ്റ് ആവാനുണ്ട്. അപ്പോൾ മാവ് ഒന്നും കൂടി സോഫ്റ്റ് ആവുകയും ചെയ്യും. അതിന് വേണ്ടിയിട്ടാണ് നമ്മളൊരു രാത്രി ഇങ്ങനെ മാറ്റി വെക്കുന്നത്. അപ്പോൾ പിറ്റേ ദിവസം രാവിലെ ആകുമ്പോഴേക്കും ഇതുപോലെ നന്നായിട്ട് പാകത്തിന് പുളിയൊക്കെ ആയിട്ട് നന്നായിട്ട് പൊന്തി വന്നിട്ടുണ്ടാവും. എന്നിട്ട് അതിൽ മധുരത്തിനായിട്ട് നമ്മൾ 2 ടീസ്പൂൺ പഞ്ചസാരയാണ് ഇട്ട് കൊടുക്കുന്നത്. വെള്ളയപ്പത്തിന് ചെറിയൊരു മധുരം ഉണ്ടാവുമല്ലോ, അപ്പോൾ ആ മധുരത്തിന് വേണ്ടിയിട്ടാണ് ഇത് ഇട്ട് കൊടുക്കുന്നത്. കൂടുതൽ പഞ്ചസാര ഇട്ട് കൊടുക്കരുത്. കൂടുതൽ ഇട്ട് കൊടുത്തു കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് വെള്ളയപ്പം ചട്ടിയിൽ നിന്ന് എടുക്കാനായിട്ട് കിട്ടില്ല. ഇതിൻ്റെ കൺസിസ്റ്റൻസി എന്ന് പറഞ്ഞാൽ ദോശമാവ് ഉണ്ടാവുമല്ലോ, അതിനെക്കാട്ടിലും കുറച്ചും കൂടി വെള്ളം കൂടുതൽ വേണം. എന്നിട്ട് നമ്മൾ ഒരു ഇരുമ്പിൻ്റെ ചീനച്ചട്ടിയാണ് ഇവിടെ എടുത്തിരിക്കുന്നത്. അതിൽ നമ്മൾ ഓയിലൊന്ന് അപ്ലൈ ചെയ്ത് കൊടുക്കുക. എന്നിട്ട് ഒരു തവി മാവ് എടുത്തിട്ട് അതിലേക്ക് ഒഴിച്ചതിന് ശേഷം ഇവിടെ നമ്മളൊരു പൂവിൻ്റെ ഷേപ്പ് ആക്കി കൊടുക്കുന്നുണ്ട്. അത് കാണാനുള്ളൊരു ഭംഗിക്ക് വേണ്ടിയിട്ടാണ് കേട്ടോ. തീർച്ച ഓപ്ഷണലാണ്, നിർബന്ധമൊന്നുമില്ല അങ്ങനെ ചെയ്തോളണമെന്ന്. പക്ഷേ ഇങ്ങനെ ചെയ്യാനായിട്ട് പറ്റും. ഒന്ന് ട്രൈ ചെയ്ത് നോക്കൂ. നമ്മൾ ആ ചട്ടി ഒന്ന് പിടിച്ചിട്ട് ഒന്ന് സൈഡുകളിലേക്ക് ഒന്നിങ്ങനെ തിരിച്ചു കൊടുത്തു കഴിഞ്ഞ് കഴിഞ്ഞാൽ ഇതുപോലെ കറക്റ്റ് പൂവിൻ്റെ ഷേപ്പ് തന്നെ അതിന് വരും. ഇനി അതല്ലാന്നുണ്ടെങ്കിൽ സാധാരണ നമ്മൾ വെള്ളയപ്പം ഉണ്ടാക്കുമല്ലോ വട്ടത്തിൽ, അങ്ങനെ വെറുതെ ഒന്ന് ചുറ്റിച്ചിട്ട് ഉണ്ടാക്കിയാലും മതി. എന്നിട്ട് ഒരു 2-3 മിനിറ്റ് അതൊന്ന് അടച്ചു വയ്ക്കുക. കാരണം വെള്ളപ്പം മറച്ചിടേണ്ട ആവശ്യമില്ല, ഒറ്റ സൈഡ് നമ്മൾ വേവിച്ചെടുക്കാറ്. അപ്പോൾ അതുകൊണ്ട് ഒന്ന് അടച്ചു വയ്ക്കണം. അപ്പോൾ ആ സ്റ്റീമിൽ കിടന്നിട്ട് ഇതുപോലെ നന്നായിട്ട് സോഫ്റ്റായിട്ട് വെന്ത് കിട്ടും. അപ്പോൾ നല്ല ടേസ്റ്റി ആയിട്ടുള്ള നല്ല സോഫ്റ്റ് ആയിട്ടുള്ള വെള്ളയപ്പമാണ് കേട്ടോ. ഇതേപോലെ ഇൻഗ്രീഡിയൻസ് എടുത്തിട്ട് നിങ്ങൾ ഉണ്ടാക്കുകയാണെന്നുണ്ടെങ്കിൽ തീർച്ചയായിട്ടും വളരെ ടേസ്റ്റി ആയിട്ടുള്ള നാടൻ സ്റ്റൈലിലുള്ള ഇതുപോലത്തെ വെള്ളയപ്പം നമുക്ക് ഉണ്ടാക്കാനായിട്ട് പറ്റും. ഇനി ഇതിന് കറിക്കായിട്ട് നമ്മൾ ഉപയോഗിക്കുന്നത് ഒരു 3 ഉരുളക്കിഴങ്ങ് തൊലി കഴിഞ്ഞിട്ട് കഷ്ണാക്കിയിട്ട് എടുത്തതാണ്. അതിൻ്റെ ഒപ്പം ഒരു 2 സവോളയാണ് അരിഞ്ഞിട്ടിരിക്കുന്നത്. ഇനി നമ്മൾ ഇതിലേക്ക് മസാല എന്ന് പറയാനായിട്ട് നമ്മൾ ചേർത്ത് കൊടുക്കുന്നത് ഇഞ്ചിയാണ്. ഇഞ്ചി ചതച്ചിട്ട് അതാണ് ഇട്ട് കൊടുക്കുന്നത്. നമ്മുടെ ടേസ്റ്റിനനുസരിച്ചിട്ടുള്ള കഷ്ണം എടുത്തോളൂ കേട്ടോ. ഇനി എരിവിനായിട്ട് കുറച്ച് ഒരു 2 മുളക്. ഈ മുളകിന് നല്ല എരിവുണ്ട്, അതുകൊണ്ട് 2 എണ്ണ എടുത്തിട്ടുള്ളൂ. ഇനി 1 കപ്പ് വെള്ളമാണ് ഉപയോഗിക്കാൻ പാടുള്ളൂ. ജസ്റ്റ് വേവാനുള്ള വെള്ളം അത്രേ പാടുള്ളൂ. പാകത്തിന് ഉപ്പും കൂടി ഇട്ട് കൊടുത്തിട്ട് നമ്മൾ ഈ കഷ്ണങ്ങളൊക്കെ ഒന്ന് വേവിച്ചെടുക്കുക. ഇനി 1 കപ്പ് തേങ്ങ ചിരവിയത് എടുത്തിട്ട് 1 കപ്പ് ചെറിയ ചൂടുള്ള വെള്ളത്തിൽ നന്നായിട്ട് അരയ്ക്കുക. അപ്പം എന്താണെന്ന് വെച്ചാൽ ചെറിയ ചൂടുവെള്ളത്തിൽ അരച്ച് കഴിഞ്ഞാൽ നമുക്ക് തേങ്ങാപ്പാൽ വേഗം കിട്ടും. എന്നിട്ട് അതിന്ന് തേങ്ങാപ്പാൽ എടുത്തിട്ട് മാറ്റി വയ്ക്കുക. അപ്പോഴേക്കും നമ്മുടെ പച്ചക്കറിയെല്ലാം വെന്ത് കിട്ടിയിട്ടുണ്ട്. അപ്പോൾ ആ ഉരുളക്കിഴങ്ങ് ഒന്ന് ഉടച്ചു കൊടുക്കുക. വല്ലാണ്ട് ഉടയ്ക്കരുത്, ഒന്ന് ചെറുതായിട്ടൊന്ന് ഉടച്ചു കൊടുത്തിട്ട് നമുക്ക് വെള്ളത്തിൻ്റെ പാകത്തിനനുസരിച്ചിട്ട് എത്ര കൺസിസ്റ്റൻസി വെള്ളം വേണം കറിയിൽ അതിനനുസരിച്ചിട്ട് ഇവിടെ 1 കപ്പ് കോക്കനട്ട് മിൽക്കാണ് ഒഴിച്ചു കൊടുത്തിരിക്കുന്നത്. ഇനി നമ്മൾ വെള്ളം ചേർക്കരുത്. വെള്ളത്തിൻ്റെ കൺസിസ്റ്റൻസി എത്ര വേണമെന്നുള്ളതിനനുസരിച്ചിട്ട് കോക്കനട്ട് മിൽക്കാണ് ചേർക്കാനായിട്ട് പാടുള്ളൂ. അപ്പം നമ്മൾ അതിനനുസരിച്ച് ചേർത്ത് കൊടുക്കുക. എന്നിട്ട് കുറച്ച് കറിവേപ്പിലയും കൂടി അതിലിട്ട് കൊടുക്കുക. ചെറിയ തള വരുന്ന സമയത്ത് കറിവേപ്പില ഇട്ട് കൊടുക്കുക. എന്നിട്ട് അത് കുറച്ച് നേരം ഒന്ന് മൂടി വയ്ക്കുക. വല്ലാണ്ട് ഒരുപാട് തിളയ്ക്കാനായിട്ട് പാടില്ല. തേങ്ങാപ്പാൽ ഒഴിച്ചതിന് ശേഷം ഒരു കറിയും ഒരുപാട് തിളയ്ക്കാനായിട്ട് പാടില്ല. അപ്പോൾ എന്താണെന്ന് വെച്ച് കഴിഞ്ഞാൽ ആ തേങ്ങാപ്പാലിൻ്റെ ടേസ്റ്റ് പോവുകയാണ് ചെയ്യുക. അപ്പോൾ ഒരു 2 മിനിറ്റ് ഒന്ന് നമ്മളങ്ങനെ അടച്ച് വെച്ച് കൊടുക്കുക. അപ്പോഴേക്കും അത് കറക്റ്റ് പാകത്തിന് തിളച്ച് വെന്ത് അതിലെല്ലാം പിടിച്ച് നല്ല ടേസ്റ്റായിട്ട് വരും. ഇനി
അതിൻ്റെ മുകളിൽ വേണമെന്നുണ്ടെങ്കിൽ ഇത്രേ തിളയ്ക്കാൻ പാടുള്ളൂ. ഇപ്പോൾ നിങ്ങൾ ഗ്യാസ് ഓഫ് ചെയ്തോളൂ. ഇനി നമ്മൾക്ക് വേണമെന്നുണ്ടെങ്കിൽ അതിൻ്റെ മുകളിൽ കുറച്ച് വെളിച്ചെണ്ണ ഒഴിച്ചു കൊടുക്കാം. അപ്പോൾ ഇതാണ് നമ്മളുടെ നാടൻ സ്റ്റൈലിലുള്ള സ്റ്റൂവ്. സാധാരണ സ്റ്റൂവിൽ ചില ആൾക്കാർ കറുവപ്പട്ടയും ഏലക്കായും ഒക്കെ ഇട്ട് കൊടുക്കാറുണ്ട്. പക്ഷെ നമ്മൾ നാടൻ സ്റ്റൈലിലുള്ളതായതുകൊണ്ടാണ് അതൊന്നും ഇട്ട് കൊടുക്കാഞ്ഞത്. അപ്പോൾ വളരെ ടേസ്റ്റി ആയിട്ടുള്ള നല്ലൊരു റെസിപ്പിയാണ്. ഇഷ്ടമായിട്ടുണ്ടെങ്കിൽ നിങ്ങൾ നിങ്ങളുടെ ഫ്രണ്ട്സിനൊക്കെ ഷെയർ ചെയ്യാം. ഇനിയും ചാനൽ സബ്സ്ക്രൈബ് ചെയ്യാത്തവരുണ്ടെങ്കിൽ തീർച്ചയായിട്ടും സബ്സ്ക്രൈബ് ചെയ്യണേ. അപ്പോൾ ഇനി നല്ലൊരു വീഡിയോ ആയിട്ട് വരണ വരെ ടേക്ക് കെയർ. ബൈ.